യോഗി ആദിത്യനാഥിന്റെ ഭരണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവരുടെ തന്നെ ഒരു MLA 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ തൻ്റെ MLA ക്വാർട്ടേഴ്സിലേക്ക് വിളിച്ചു വരുത്തുന്നത്. 2017 ജൂൺ 4-ാം തീയതി 16 വയസ്സുള്ള ഒരു ദളിത് പെൺകുട്ടിക്ക് ഏതെങ്കിലും തൊഴിൽ സാധ്യതയുണ്ടോ എന്ന് അന്വേഷിക്കുവാനായി അവൾ അവിടെ വരുമ്പോൾ ഈ കുൽദീപ് സിംഗ് സിൻഗാർ ആ പെൺകുട്ടിയെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി പുറത്ത് ആളുകൾ ഉള്ളപ്പോൾ തന്നെ അവളെ മൃഗീയമായി ബലാത്സംഗം ചെയ്തു. ബലാത്സംഗത്തിന് ശേഷം നിനക്ക് തൊഴിൽ തരും, നിനക്ക് സ്ഥിരം തൊഴിൽ തരും എന്ന് ആശ്വസിപ്പിച്ച് ആ കുട്ടിയെ പുറത്തേക്ക് വിടുന്നു. കുട്ടി മടങ്ങി വീട്ടിലെത്തുന്നു. ഒരാഴ്ച പിന്നിടുമ്പോൾ ആ പെൺകുട്ടിയെ ഇതേ MLAയുടെ 3 ബന്ധുക്കൾ വീണ്ടും സമാനമായ ചതിയിൽ കുരുക്കി ഒരാഴ്ചയോളം പലയിടങ്ങളിൽ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുകയും ആ പെൺകുട്ടിയെ 60,000 രൂപയ്ക്ക് വിൽക്കാൻ ചില ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. ഈ സമയത്ത് തൻ്റെ മകളെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അതിജീവിതയായ 16 വയസ്സുകാരിയുടെ അമ്മ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ ഒരാഴ്ച കയറി ഇറങ്ങുന്നത്. അന്ന് ആ വിഷയം ഗൗരവതരമായി എടുക്കുവാൻ പോലീസ് സ്റ്റേഷൻ അധികാരികൾ തയ്യാറായില്ല. പെൺകുട്ടി 8-ാമത്തെ ദിവസം മടങ്ങി വരുന്നു. അവളുടെ മാനസികമായ ദുഃഖം താങ്ങാൻ കഴിയാതെ ആ പ്രദേശത്ത് നിന്ന് ഡൽഹിയിലേക്ക് അവളുടെ ബന്ധു വീട്ടിലേക്ക് പോകുന്നു. അവിടെ നിന്ന് അവൾക്കുണ്ടായ അനുഭവങ്ങൾ തൻ്റെ ബന്ധുക്കളോട് പറയുകയും അത് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ അച്ഛൻ പെൺകുട്ടിയെ തിരിച്ചു ഉന്നാവിലേക്ക് മടക്കിക്കൊണ്ടുവരികയുമാണ് ചെയ്യുന്നത്. അതിനുശേഷം ഈ പെൺകുട്ടിയുടെ അച്ഛൻ മുമ്പ് പറഞ്ഞ കുൽദീപ് സിംഗ് എന്ന MLAയുടെ നീചമായ ബലാത്സംഗ പരിപാടിയെപ്പറ്റി കൂടുതൽ അറിയുവാനും ചോദിക്കുവാനും അദ്ദേഹം കുൽദീപ് സിംഗിനെ കാണാൻ ശ്രമിക്കുന്നുണ്ട്. ഇതൊരു വിഷയമായി മാറും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കുൽദീപ് സിംഗിൻ്റെ സഹോദരനും മറ്റ് 2-3 പേരും ചേർന്ന് ഈ ദളിത് പെൺകുട്ടിയുടെ അച്ഛനെ ആയുധങ്ങൾ കയ്യിൽ വെച്ചു എന്ന ആരോപണം ഉയർത്തിക്കൊണ്ട് പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കുകയും അദ്ദേഹത്തെ പോലീസിൻ്റെ കസ്റ്റഡിയിൽ വെച്ച് മാരകമായി മുറിവേൽപ്പിച്ച് കൊലപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത്.